Today, to celebrate the greatest achievements of India and by the citizens of it, we are Shamsi Shahul Nasalim of Plus One Science for conveying our warmest congrats and regards to our great guest of honor. For a fact, we know that our generation is going on right direction when we look at bright personalities such as our guest of honor, Ms. Rumeza Fatima. That every dreams of can be achieved through hard work and determination because we have the living embodiment of it who has been so kind to grace our occasion by being the chief guest, Mr. T.N. Pradhavan, the man who leads our district into prosperity and greatness. We also have the representatives of our school who is best in their jobs and have never let us down, such as our beloved principal and his two pillars, our vice principal and academic supervisor, the manager and chairman of SSCSD, the social representatives of our school, the SSCS alumni representatives and the PTA president. We are so lucky that you are the great minds who lead our school into growth and success, and we are always inspired by your hardship and hard work. I invite Aisha of Plus One Commerce for prayer. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Sometimes challenges and struggles are exactly what we need in our lives. May you welcome every effort, every struggle, and every challenges. May you open your wings and fly. Here comes our Vice Principal Ambika Ma'am for welcoming you all. പീസ് ബി അപ്പോൺ യു ഓൾ. ഇന്ന് ഭാരതീയരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. സർ സയ്യിദിൻ്റെ ഏകദേശം 27 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും സന്തോഷവും അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമാണ്. നമ്മുടെ മുറ്റത്ത് കളിച്ചു വളർന്ന റുമൈസ ഫാത്തിമ സിവിൽ സർവീസ് എക്സാമിൽ 185ാമത്തെ പൊസിഷൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അഭിമാനത്തിൻ്റെതായിട്ടുള്ള ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നൽകുന്നത് ശ്രീ പ്രതാപൻ ആണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട MP. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ. ഈ സ്വാഗതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പോയ വ്യക്തി വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു സ്വാഗതത്തിൻ്റെ ഔചിത്യം എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും റുമൈസയും ബ്രദറാണ് സിയാദ്, നമ്മുടെ കുട്ടി തന്നെയാണ്. രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ സയ്യിദിൻ്റെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഒരു പരിപാടി പോലും ഇല്ലാതെ, നമ്മുടെ ചെയർമാൻ ഇല്ലാത്തൊരു പരിപാടി എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ നമ്മുടെ സർ സയ്യിദ് ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഡോക്ടർ സെയ്ദ് മുഹമ്മദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടുത്തെ ട്രസ്റ്റിലെ മെയിൻ എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള PP ഉമ്മർ സാറുണ്ട്, ദസ്തഗീർ സാറ്, രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. ഇത്തരമൊരു പരിപാടി ഇവിടെ നടത്താൻ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും നമ്മളോടൊപ്പം ഏതൊരു പരിപാടിയിലും സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രണ്ടുപേരാണ്. ഒന്ന് പ്രിൻസിപ്പൽ സാറ് നിയാസ് ചിറക്കര, നമ്മുടെ മാനേജർ നിസാം സാർ. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ PTA പ്രസിഡന്റ് സ്വാഗതം ആശംസകൾ അർപ്പിക്കാനുണ്ട്. ഹാരിസ് സാറുണ്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇവരെയും സ്വാഗതം ചെയ്യാണ്. ഈ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഇത്തരം ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ ഇതിൽ പങ്കുചേരാനാവാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്.
അതുപോലെ നമ്മുടെ അലുമിനി അസോസിയേഷൻ എല്ലാവിധത്തിലും സഹകരണങ്ങൾ തന്നിട്ടുള്ള അലുമിനിയുടെ മെമ്പേഴ്സ്, പ്രത്യേകിച്ച് ഉനൈസ് ഉസ്മാൻ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രോഗ്രാമിലത്തെ നടക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും തന്ന് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, ഇവിടെ ആശംസ അർപ്പിക്കുന്ന അക്കാദമിക്സ് ഹെഡ് സഫ മാം, ഇവരെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്. റുമൈസെ പഠിപ്പിച്ച ഒരുപാട് സഹപ്രവർത്തകർ, പഴയ ടീച്ചേഴ്സ് ഈ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവരെയും കൂടി ഇവിടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സർ സയ്യിദിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. റുമൈസിക്ക് ഇനി എല്ലാ ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, ma'am. Let us now welcome the man who doesn't need any introduction and known among all of us for his wisdom and his knowledge, our Honorable Principal, Mr. Niyaz Chirakara. I would like to welcome our Principal for opening remarks. Assalamu alaikum warahmatullahi wabarakatuh. ബഹുമാനീയനായ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ്, നമ്മുടെ അതിഥി റുമൈസ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അധ്യാപകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരവസരത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സ്കൂളിൽ പഠിച്ച റുമൈസ ഫാത്തിമയ്ക്ക് സിവിൽ സർവീസ് എക്സാമിൽ 155-ാം റാങ്ക് കരസ്ഥമായിരിക്കുന്നു. അതിനപ്പുറം നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലും നമ്മുടെ സ്കൂളിലേക്ക് വരാൻ സൗമനസ്യം കാട്ടുകയും സമയത്തെത്തി ഇവിടെ വന്ന് റുമൈസയോട് സംസാരിച്ചപ്പോൾ ഞാൻ നേരത്തെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് റുമൈസയോട് സംസാരിച്ചത്. പക്ഷെ ഇവിടെ എത്തി അമ്പയ്യ മാമിന്റെയും സഫ മാമിന്റെയും മുമ്പിൽ എത്തിയപ്പോൾ ആളൊരു പഴയ സ്റ്റുഡന്റ് ആയതുപോലെ തോന്നാണ്. ഒരു ചെറുചെറുക്കുള്ള ഒരു കുട്ടിയായി റുമൈസ മാറുന്നത് പോലെയാണ് സർ സയ്യിദിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. ഒരു അവസാനം പറഞ്ഞു, ഞാനിതൊക്കെ സ്കൂളൊക്കെ കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോവുള്ളൂ. ഇത് തന്നെയാണ് ഒരു വിദ്യാലയവും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. സർ സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും വിദ്യാർത്ഥികളിൽ ഒതുങ്ങുന്നില്ല, അധ്യാപകരിലും. നേരത്തെ ജോലി ചെയ്ത അധ്യാപകർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇവിടെ ജീവിച്ചു പോകുന്ന, ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന മനുഷ്യരുമായി വളരെ നല്ല ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ സർ സയ്യിദിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി റുമൈസക്ക് ഇനിയും ഒരുപാട് പിന്തലമുറക്കാരുണ്ടാവട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. കാരണം ഈ ഒരു വാർത്ത കേട്ടപ്പോ നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ കുട്ടികൾ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് നമുക്കും അങ്ങനെ ആദ്യത്തെ പോലെ നമുക്കും എങ്ങനെയാണ് ആവാൻ കഴിയുക എന്നൊക്കെ. അപ്പോ ഇത് വളരെ വലിയൊരു മോട്ടിവേഷനാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ്. ഈ ഒരു സന്ദർഭത്തിന് ഇടയൊരുക്കിയ ദൈവം തമ്പുരാന് സ്തുതി ചെയ്യുന്നു. ഒപ്പം ഗ്രാമീണ മേഖലയിലുള്ള നമ്മുടെ പോലെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിക്കും ഇത്തരം നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നത് ഒരു ഉദാഹരണം കൂടിയാണ് റുമൈസ എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരെയും, എന്റെ മനസ്സിലുള്ള സന്തോഷം എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. Thank you, sir. I would like to request Dr. Said Mohammed, Chairman of Sunset Education Trust, to hand out an honor of gift to Ms. Rumaisa Fatima for remarkable achievement. Sir, please. Respected Principal, Sir Niyaz Chirakara, Vice Principal, teachers, Rumaisa Fatima, my friends here, Assalamu alaikum warahmatullah. ഇന്ന് നമ്മൾ 74-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് പൊതുവെ ഇന്ത്യക്കാർക്ക്. നമുക്ക് പ്രത്യേകിച്ച് ഈ കുഗ്രാമത്തിൽ ഈ സ്കൂളിന് ചുറ്റും മാത്രമല്ല ഗുരുവായൂർ ഏരിയ മുഴുവനും വളരെ സന്തോഷത്തിലാണ്. ഇവിടെ നിന്ന് പഠിച്ചു പോയൊരു കുട്ടി നല്ല റാങ്കോടെ IAS കരസ്ഥമാക്കി എന്നുള്ളത്. നല്ല റാങ്കോടെ എന്ന് ഞാൻ പറയാൻ കാരണം വെറുതെ IAS 700-800 റാങ്കിൽ വന്ന് പാസ്സായതല്ല. ഞാൻ കേട്ടത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റാണ്.
കേരളത്തിൽ എത്രാമതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കുട്ടിയെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനും നമ്മുടെ സ്നേഹാദരങ്ങൾ കൊടുക്കാനും വേണ്ടി നമ്മൾ നിശ്ചയിച്ച ഈ ദിവസം ഒരു സുദിനം തന്നെയാണ് നമുക്കെല്ലാവർക്കും. ഇവിടെ എല്ലാ കൊല്ലവും ഞാൻ നോക്കാറുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആർക്കെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് മറ്റേ സിവിൽ സർവീസിലോ അതിലോ അതുപോലുള്ള സെൻട്രൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാറുണ്ട്. ആരെയും പേര് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇക്കൊല്ലം റൂയിസയുടെ പേര് ഇവിടെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പഴയ തലമുറയിൽ ഈ സ്കൂള് തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുണ്ട്. റൂയിസ ചേർന്ന കാലം മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. കുട്ടിയെ അറിയാം. കുട്ടിയുടെ ഫാമിലി, ഒരു ഗ്രാൻഡ് ഫാദർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അബ്ദുള്ള കുട്ടിക്ക്. ഫ്രണ്ട് മാത്രമല്ല, ഒരു വെൽ വിഷറും എല്ലാം കൂടെ ആയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പേരക്കുട്ടിക്ക് IAS കിട്ടിയെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അതേപോലത്തെ സന്തോഷമാണ് ഈ സ്കൂളിലുള്ള അധ്യാപകർക്കും ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. സന്തോഷം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹാദരങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടാകും, എന്നും ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നും ഉണ്ടാകട്ടെ. ഇനി അഡ്മിനിസ്ട്രേഷനിലൊക്കെ കയറുമ്പോഴും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായി വരട്ടെ, നല്ല അഡ്മിനിസ്ട്രേറ്ററായി ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി സർവീസറോട് പ്രാർത്ഥിക്കുന്നു. ഈ സുദിനത്തിൽ ഇവിടെ നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സർവീസറിനെ അതിനുവേണ്ടി ഞാൻ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ റൂയിസ ഫാത്തിമയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. Thank you, sir. Next, in honor of an incredible woman who was able to inspire and support us while facing on challenges, Miss Rumaiza Fatima. She had a goal and with her determination she achieved it. She always showed great potential at school. Miss Rumaiza Fatima, who has went out her way to achieve the biggest of heights, but she is not stopping and she will continue to make Sursat and our Kerala proud. I invite Miss Rumaiza Fatima for her inspiring words. നമസ്കാരം. അസ്സലാമു അലൈക്കും. പീസ് ബി അപ്പോൺ യു. ഈ പീസ് ബി അപ്പോൺ യു ഞാനിവിടെ ഉള്ളപ്പോൾ തുടങ്ങിയ സെറ്റപ്പാണ്. ഐ മീൻ ദാറ്റ് വാസ് എ സല്യൂട്ടേഷൻ വി സ്റ്റാർട്ടഡ് വെൻ ഐ വാസ് അറൌണ്ട് 8th or 9th സ്റ്റാൻഡേർഡ്. ബിഫോർ ദാറ്റ് നമ്മളെപ്പോഴും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ള ഒരു മീനിങ്ങിൽ സല്യൂട്ടേഷനിൽ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. സോ ദിസ് ഈസ് വൺ ഇൻഡിക്കേഷൻ ഓഫ് എന്താ പറയുക സൊസൈറ്റി ആസ് എ ഹോൾ. എൻ്റെ ലൈഫിലെ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഐ ഗോട്ട് വെരി ഇമോഷണൽ സീയിങ് ഓൾ ഓഫ് ദിസ് ആൻഡ് എവറിത്തിങ് ഹിയർ ബിക്കോസ് സോ മെനി ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഐ ഹവ് സ്പെൻഡ് ഹിയർ. ആൻഡ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് എൻ്റെ സ്കൂൾ ആൻഡ് ഓൾ മൈ ടീച്ചേഴ്സ് ഹിയർ ആണ്. സോ what I would like to say is that value-based education is something Sursat has always focused on. I'm sorry, I'm getting emotional. But okay, എനിക്ക് ഓരോ എവറിവെയർ ഐ എം സീയിങ് ലൈക്ക് യുനോ സ്കൂളിൽ ഉണ്ടായിരുന്ന ഓരോ മെമ്മറീസ് ആണ് ഓർമ്മ വരുന്നത്. ഗ്രൗണ്ട് ആണെങ്കിലും ആ ഏരിയയിൽ സ്പോർട്സ് ഡേക്ക് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒന്നും അറിയില്ല, പക്ഷെ പോയി ചാടുമായിരുന്നു. ഇവിടെ അസംബ്ലി, ദിസ് വെരി സ്റ്റേജ് ഐ ഹവ് സ്റ്റുഡ് ഹിയർ സോ മെനി ടൈംസ്
and did so many things, and I'm very, very grateful for all of that and all my teachers. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനറിയില്ല. I never expected to have this kind of എന്താ പറയാ എന്നിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ്, ബിക്കോസ് ദിസ് വാസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ്. ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല എങ്ങനെ പറയേണ്ടത്. സോ എനിക്ക് ലൈക്ക് to all the students, I wish there were students here so that I could tell them what they are facing. പലപ്പോഴും നമ്മൾ സ്കൂൾ വിട്ട് കഴിയുമ്പോഴാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. Just like a lot of things in life, once we move from it, we learn to appreciate it more. So എനിക്ക് പറയാനുള്ളത്, when students are here, please call me again. So I want to today itself you can say 3 o'clock Google Meet. yes. But this very stage, ഈ സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെ ടിപ്സ് ചോദിക്കുമ്പോൾ they are like, what did you do? No, nothing extraordinary. നമുക്ക് സ്കൂൾ അസംബ്ലി ഒക്കെ ഉണ്ടാവില്ലേ, മിസ്സിന് അറിയാലോ, ഓരോ ക്ലാസ് ഡിവിഷൻ വെച്ച് അസംബ്ലി ചെയ്യുന്നു, പ്രെയർ, ന്യൂസ് റീഡിങ്. എന്നെ ന്യൂസ് റീഡർ എന്നാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ന്യൂസ് റീഡർ എന്നാണ് വിളിച്ചിരുന്നത്, മിസ്സിന് ഓർമ്മ ഉണ്ടാവും. ബിക്കോസ് ന്യൂസ് റീഡിങ് പെട്ടെന്ന് നമ്മൾ ചെയ്യണം, ലൈക്ക് പ്രിപ്പറേഷൻ ടൈം കുറവാണ്, അന്ന് രാവിലത്തെ ന്യൂസ് എടുത്ത് പറയണം. സോ ടീച്ചേഴ്സ് പലപ്പോഴും റുമേസ ചെയ്തോ, കുറച്ച് ഇംഗ്ലീഷൊക്കെ നന്നായി വായിക്കാൻ അറിയുന്ന കുട്ടിയാണ്, അപ്പൊ റുമേസ ഒഫീഷ്യൽ ന്യൂസ് റീഡറാണ്. അപ്പൊ ആ ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്സ് ഇസ് വാട്ട് ലെഡ് മീ ടു ദിസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓൾ ദീസ് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് അറ്റ് വെരി വെരി സ്മോൾ തിങ്സ്. ഇവിടുത്തെ അസംബ്ലി, അന്ന് അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ അസംബ്ലി, നമ്മുടെ ഓഡിറ്റോറിയത്തിലത്തെ ഓരോ സ്മോൾ പ്രോഗ്രാംസ്, 5th സ്റ്റാൻഡേർഡും 6th സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്ത ഒരു ചെറിയ ചെറിയ ഡ്രാമ പോലത്തെ പ്രോഗ്രാം. All of these made me who I am. It gave me the confidence to go speak in front of a crowd. I lost my stage fright here in this very place. It might seem simple, but these are very, very important skills. And the final UPSC interview le vere ettu adhigam help cheyidirunna skills ee parayna karyangalana. So I'm extremely thankful for that. So many teachers who go out of the way to help me. നമ്മളെ ജസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ബി ഇറ്റ് ലൈഫ് അഡ്വൈസസ്, വാല്യൂ ബേസ്ഡ് സിസ്റ്റം. നമ്മളിൽ ഒരു ചെറിയ ഒരു ബിഹേവിയർ ചേഞ്ച് വന്നാൽ ഇവിടുത്തെ ടീച്ചേഴ്സിന് മനസ്സിലാവും, മോളെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്ത് പറ്റി, എന്ത് ചോദിക്കാനും ഇവിടുത്തെ ടീച്ചേഴ്സിന് കഴിയും. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഐ ഹവ് നെവർ സീൻ എനിവെയർ. ഞാൻ +1 +2 പോയിട്ടും കോളേജ്, പിന്നെ ടീച്ചേഴ്സ് they don't have that kind of personal connect with the students. They just come and teach. So that was one of the biggest cultural shock. ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ വന്ന കൾച്ചറൽ ഷോക്കും അത് തന്നെയായിരുന്നു. So all of that is something I am deeply indebted to when it comes to Surfside. So thank you so much to the school, the institution, the classroom, the walls. Everything is very personal and very important to me. ഞാൻ സ്പീച്ചിന്റെ തുടക്കത്തിൽ ആരും സല്യൂട്ടേഷൻ ആർക്കും കൊടുത്തില്ല. സോ സാറിന് ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്, ചെയർമാൻ സാറിന്. ലൈക്ക് സാർ സെഡ്, very closely connected to my family and everything. So very thankful for that. Especially എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവിടെ ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചേഴ്സും ആയിരുന്നു പലരും. So thank you for having me here. Thank you to everyone else. Thank you to my brother. So and the brother, so when you talk about, every teacher knows the two of us together. എല്ലാവർക്കും അറിയാം, സിയാദ്, റുമേസ, സാദിയ. എൽഡർ സിസ്റ്റർ കുറച്ചുകൂടെ നേരത്തെ ഗ്രാജുവേറ്റ് ആയിപ്പോയി. സോ മിസ്സിനും അറിയാം, വാട്ട് എവർ ഐ ഡിഡ് വാസ് ബിഹൈൻഡ് ഹിം. സോ ഇക്കാണ് എന്താ സ്കൂളില് ക്വിസ് കോമ്പറ്റീഷനിലായാലും ഡിബേറ്റ്സ് ആയാലും ഏതൊരു സാധനത്തിലും തുടക്കം കുറിച്ചിരുന്നത് ആളാണ്. അപ്പൊ ആളുടെ പാത്ത് ഫോളോ ചെയ്യാൻ വാസ് എ വെരി സിമ്പിൾ തിങ് ടു ഡു. ആൻഡ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ എവറി ആസ്പെക്ട്. ഈവൻ ഇൻ സിവിൽ സർവീസ് പഠിക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തതും മെന്റർ ചെയ്തതും എൻ്റെ ബ്രദറാണ്. ആൻഡ് ഹി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് സ്കൂൾ ആൻഡ് വാട്ട് എവർ ദാറ്റ് ഹാസ് ബിക്കം ടുഡേ. സോ താങ്ക് യു സോ മച്ച് അഗൈൻ. ഞാൻ I did not prepare for this, so maybe next time കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.
So thank you so much again. Thank you, ma'am. First, let me call T.N. Pradhaban, the man who leads our district into prosperity and greatness. സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വലിയ സന്തോഷത്തിലാണ്. വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ സ്കൂളിലെ ഇപ്പോഴത്തെ അധ്യാപകരും പൂർവാധ്യാപകരും ഉൾപ്പെടെയുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സംഘാടകരടക്കമുള്ള ആളുകൾ. LKG മുതൽ 10ാം ക്ലാസ് വരെ 12 വർഷം സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച റുമൈസ ഫാത്തിമ ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 185ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള വീട്ടിലെ കുട്ടിയാണ് റുമൈസ ഫാത്തിമ. ഞാൻ സിവിൽ സർവീസ് റിസൾട്ട് വന്ന ഉടൻ ഞാൻ ആ വീട്ടിൽ പോയി ആ മോളെ അനുമോദിച്ചതാണ്. എൻ്റെ പ്രിയ സ്നേഹിതൻ്റെ CA മുഹമ്മദ് റഷീദിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവീട് കൂടിയാണ് റുമൈസ ഫാത്തിമയുടെ വീട്. സർ സയ്യിദ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റുമൈസ ഫാത്തിമ നല്ല വായനക്കാരിയായിരുന്നു, മിടുക്കിയായിരുന്നു എന്ന് അന്നത്തെ സഹപാഠികൾ പറഞ്ഞതായി ഇപ്പോഴും അധ്യാപകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 185ാമത്തെ റാങ്ക് കിട്ടണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന്, നിരന്തരമായ തപസ്യ പോലത്തെ ഫോളോപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനറൽ നോളജും സാമൂഹ്യ തിരിച്ചറിവുകളും അതേപോലെ തന്നെ അക്കാദമിക് മികവും ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും സമന്വയിക്കപ്പെടുമ്പോഴാണ് ഈ കുറുകിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് എക്സാമിനേഷൻ എന്ന് പറയപ്പെടുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രഥമ പട്ടികകളിലേക്ക് വരികയുള്ളൂ. അതിലാണ് റുമൈസ ഫാത്തിമ 185ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയത്. സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും പൂർവാധ്യാപകരും ഒക്കെ ആഹ്ലാദിക്കുന്ന ഈ നിമിഷത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ പങ്കുചേരുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ റുമൈസ ഫാത്തിമയുടെ ഈ അച്ചീവ്മെൻറ്റിൽ എൻ്റെ കൂടി ഹൃദയപൂർവ്വമായ അഭിവാദ്യങ്ങൾ. Next, I call upon Nizam Sir, the manager of our school, to felicitate this function. നമസ്കാരം. രാജ്യം 73ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സർ സയ്യിദ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യദിനം ഇരട്ടി മധുരമുള്ള ഒരു ദിനം കൂടിയാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സഹോദരി റുമൈസ ഫാത്തിമയുടെ അനുമോദന ചടങ്ങ് കൂടിയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പകിട്ട് കൂട്ടുന്നത്. ഒരു ഗ്രാമ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നിന്ന് പോലും ക്രമപ്രവൃത്തമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിക്കുകയും ലക്ഷ്യബോധം കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ സിവിൽ സർവീസ് ആർക്കും നേടാൻ സാധിക്കും എന്ന ഒരു ആവേശം കൂടിയാണ് റുമൈസ ഫാത്തിമ. നമ്മുടെ പ്രദേശത്തുള്ള സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് പോലെയുള്ള മികച്ച വിദ്യാഭ്യാസവും മികച്ച തൊഴിലും മികച്ച ഉന്നതമായ പദവികളും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആവേശവും പ്രോത്സാഹനവും ആത്മവിശ്വാസവുമാണ് റുമൈസ ഫാത്തിമ. തീർച്ചയായിട്ടും സർ സയ്യിദ് സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് വ്യക്തിപരമായും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. റുമൈസയെ വളർത്തി വലുതാക്കിയ ഈ സ്ഥാപനവും ഇതിലെ അധ്യാപകർ, ഇതിലെ അനധ്യാപകർ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ അഭിമാനപൂരിതരാണ്. അവർക്കുമുള്ള അഭിനന്ദനങ്ങളും ആദരവും അർപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നാം നിരന്തരം വായിക്കുകയും നിരീക്ഷിക്കുകയും അധ്യാപകരെയും അതേപോലെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്കൂൾ ലോഞ്ച് പാഡ്, അതേപോലെ കരിയർ പൈലറ്റ്സ്, കരിയർ ഗൈഡൻസ് സെല്ല് തുടങ്ങി നിരവധി പരിപാടികൾ സർ സയ്യിദ് സ്കൂൾ നടത്തുന്നുണ്ട്. ഈ വർഷം സിവിൽ സർവീസ് ഓറിയൻറ്റേഷന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ നടത്തുന്നു. എൻട്രൻസ് കോച്ചിങ്ങിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. എല്ലാം നിങ്ങൾ പരമാവധി നിങ്ങളുടേതായ അവസരത്തിൽ നിങ്ങളുടേതായ നിങ്ങളുടേതായ അവസരങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Next, I will call upon Abdul Manaf, PTA President of Sir Said English School, to felicitate this function. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരവും സന്തോഷവും നിറഞ്ഞ ഒരു വേളയിലാണ്. സർ സെയ്ദ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി റുമൈസ ഫാത്തിമ സിവിൽ സർവീസ് പരീക്ഷയിൽ 185 റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിട്ടയായ പഠനത്തിലൂടെയും വായനയിലൂടെയും മികവാർന്ന അധ്യാപനത്തിലൂടെയും മാത്രമാണ് ഫാത്തിമയ്ക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ എങ്ങനെയാണ് റുമൈസയെ അഭിനന്ദിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം സർ സെയ്ദിലൂടെ ഫാത്തിമ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറയുന്നത്. റുമൈസ ഫാത്തിമയുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച റുമൈസയുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം മറ്റു വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ആദരണീയനായ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ധാരാളം സ്വപ്നങ്ങൾ കാണണം. അത് വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കണം. അത് നാടിനും നാട്ടുകാർക്കും ഈ സമൂഹത്തിനും ഉതകുന്ന തരത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആയിരിക്കണം. അത്തരം ഒരു പ്രവർത്തനമായിരിക്കട്ടെ റുമൈസ ഫാത്തിമയുടേതെന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. റുമൈസ ഫാത്തിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Next, I would like to call upon Safa Ma'am, Academic Supervisor of Sir Said English School, to felicitate this function. അസ്സലാമു അലൈക്കും. ആദ്യമായി എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി റുമൈസ ഫാത്തിമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. റുമൈസയെ കുറിച്ച് ഓർക്കുമ്പോൾ സർ സെയ്ദിലെ 2012-13 10th ബാച്ചിലെ എൻ്റെ മക്കളെ കുറിച്ച് ഓർക്കാതെ വയ്യ. കാരണം ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒത്തിരി നല്ല കുട്ടികളുള്ള ഒരു ബാച്ചായിരുന്നു അത്. അങ്ങനെ ഒരു ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ആവാനും മാത്സ് ടീച്ചർ ആവാനുമുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ അതിനെ കരുതുന്നു. ആ ബാച്ചിലെ കുട്ടികളിൽ ഒരാളാണ് റുമൈസയും. റുമൈസ എന്ന് പറയുമ്പോൾ ഉറച്ച ലക്ഷ്യബോധമുള്ള, ആത്മവിശ്വാസമുള്ള, ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ചങ്കുറപ്പുള്ള, തയ്യാറായി പ്രവർത്തന മികവോടെ നിൽക്കുന്ന ഒരു മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏതൊരു സിറ്റുവേഷൻ വന്നാലും തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുമായിരുന്നു. എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു മാത്സ് ടീച്ചർ എന്നുള്ള രീതിയിൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സമയത്തും ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്താതെ പല കുട്ടികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിരുന്ന പ്രോബ്ലംസിനൊക്കെ സ്വന്തമായൊരു വേ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തി സക്സസ് ആയി പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന റുമൈസയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ ഈ സിവിൽ സർവീസ് നേട്ടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി ആ ഒരു ഹാബിറ്റ് ജീവിതത്തിലും പകർത്തി എന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു നേട്ടം നേടിയെടുക്കുമ്പോൾ തീർച്ചയായും പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ടാവാം. ആ സമയത്തെല്ലാം സ്വന്തമായൊരു വേ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇനിയും ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കാനും നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Next, I call upon Unais Usman, the President of Alumni Association, to felicitate this function. അസ്സലാമു അലൈക്കും. ഞാൻ ഉനൈസ് ഉസ്മാൻ സർ സെയ്ദ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്.
എന്നും നല്ല ഓർമ്മകൾ തന്ന സർ സെയ്ദ് സ്കൂളിന് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളൊന്നു തന്നെയാണിത്. നമ്മുടെ സഹോദരിയും സർ സെയ്ദ് അലുമിനി അസോസിയേഷൻ മെമ്പറുമായ റുമൈസ ഫാത്തിമ സിവിൽ സർവീസ് എക്സാമിൽ 185 റാങ്ക് നേടിയതിൽ സർ സെയ്ദ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. റുമൈസ ഫാത്തിമയ്ക്ക് സർ സെയ്ദ് അലുമിനി അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. Even in this pandemic situation, Sir Said had conducted various activities from June onwards. Here we have a colorful newsletter. I invite Ms. Rumaiza to release the newsletter. I invite Sir P.P. Mohammed Sir to receive the same. Executive Committee and School Academic Council members. May the blessings of the Almighty shower all His protection on the gathering, and especially the people at the helm of this institution and the guest of honor here, Rumaisa Fatima. ഇങ്ങനെ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. പ്രവാസത്തിൽ നിന്ന് നാട്ടിലെത്തി ഇവിടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 2021 മുതൽ ഈ സമയം വരെ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്ന എനിക്ക് റുമൈസ ഫാത്തിമ എന്ന ആ പേര് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. ഏതൊരു കോമ്പറ്റീഷനോ ഒരു ഫംഗ്ഷനോ ഉണ്ടെങ്കിലും റുമൈസ ഫാത്തിമ എന്നുള്ളത് ആ സ്റ്റേജിൽ അനൗൺസ് ചെയ്യാറുള്ളത് ഒരു പതിവാണ്. കൂട്ടത്തിൽ എൻ്റെ മരുമകളുടെ ഒരു മകളും ഇവരുടെ തൊട്ട സീനിയർ ക്ലാസ്സിൽ പഠിച്ചിരുന്നതുകൊണ്ട് റമീസ റുമൈസ എന്നുള്ള ആ 2 പേരുകൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നതാണ്. ഒരു മാതാപിതാക്കളെ സൽപുത്രി എന്നുള്ള ആ ഒരു സ്ഥാനം കഴിച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു സൽപുത്രിയും ഈ നാടിൻ്റെ ഓമനമകളും ഇനി ഈ നാടിൻ്റെ സാഹിത്യത്തിലേക്ക് എത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകർത്താവും കൂടി ആവാൻ അവർക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നു. അതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പാതയിൽ നമുക്ക് വെളിച്ചമേകുന്ന പല ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളിൽപ്പെട്ടതാണ് സത്യസന്ധത, ദൈവവിശ്വാസം, നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചുള്ള അവബോധം. ഇതെല്ലാം ചെറുപ്പത്തിൽ തന്നെ അവരിൽ അങ്കുരിപ്പിക്കാൻ ഈ സ്ഥാപനത്തിനും അവരെ അതിലേക്ക് നയിച്ച ഗുരുനാഥന്മാർക്കും കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. ആയതിനാൽ ഇനി വരുന്ന കാലങ്ങളിൽ ഒരു കാറ്റലിസ്റ്റ് എന്ന വിധത്തിൽ റുമൈസ ഫാത്തിമ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇനി മുളപൊട്ടുന്ന പ്രതിഭകളുടെ മുൻനിരയിൽ അവരെ നയിക്കാൻ കൂടി, അവർക്ക് മാർഗദർശനം കാണിക്കാൻ കൂടി ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇനിയും ഇതുപോലെ താരോദയങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ആ താരോദയങ്ങൾക്ക് മാർഗദർശിയായിക്കൊണ്ട് മുന്നിൽ നിന്ന് അതിന് പ്രചോദനം നൽകുവാൻ അവർക്ക് സാധിക്കട്ടെ. മാത്രവുമല്ല, അവരുടെ ഭാവി ജീവിതത്തിൽ അവർ ഭരണതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂല്യവത്തായ ഈ സ്ഥാപനത്തിൽ നിന്ന് അവർ നേടിയെടുത്ത പാഠങ്ങൾ അവർക്ക് എന്നും മാർഗത്തിൽ ദീപ്തത പ്രകാശിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവർക്ക് എല്ലാവിധത്തിലുള്ള നന്മയും
ജീവിതത്തിലെ അനുഗ്രഹങ്ങളും ഈ മാണ്ടിനോടുള്ള പ്രതിപത്തി എന്നും മുന്നിൽ നിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അവർക്കായി നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir. Now I would like to welcome our academic supervisor, Safa ma'am, for a word of thanks. Next, we are going for an interactive session with Rumaiza Fatima. First question by Sarmat of 8th. Sarmat. Louder. Sarmat of 8th. There's no professions like sales service languages. Yeah. Can I ask you a question? The question is, if there is no profession like civil service, which profession would you choose? Okay, hello, am I audible? Yes. Okay, thank you for the question. So I had this wish of joining the civil service when I was a school kid. So if I would say that, and I went on to take my degree in economics, an arts degree in the same. So I would say that if it were not for a degree or joining the civil service, I would have pursued my academic career in economics, probably took an MA, and then afterwards continued with my higher studies and would remain in the academic field. Thank you, ma'am. Next question is by Nihal MS of 8th. Nihal. Okay. Didi, which is your favorite book and why it became your favorite? Hello, Nihal. Thank you for the question. So this is actually a very, very difficult question because I like a lot of books and I like reading a lot. When I was your age, when I was at Surfside, I used to go to the library a lot. There were a lot of librarians who are very close to me, like Sarah Miss. She used to be the librarian when I was here. And she used to encourage me to read a lot. There would be a lot of reading competitions and quiz competitions related to books. So, like I said, it is very difficult to answer, but I will mention a few books which I read recently that I really liked a lot. So, there's this book called Mouse. Okay. So, this book is about the Second World War and the related issues that happen in the World War. So the book is explaining how people survived during the war, during the Holocaust. I'm sure if some of you would have heard of the term Holocaust, right? That was a genocide against Jewish people. So this book is very clearly and graphically explaining how the whole thing happened and that we should always prevent the occurrence of wars in the future. Okay, so that is one of my favorite books. Thank you, ma'am. The next question is from Diana of 8th. Okay. Diana. Didi, what advice will you give to girls related to violence against women? Okay, Rihanna, that is a very important and very relevant question in today's scenario. So we know that, almost every year, some kind of violence is being committed against women. So I have to tell you a few things. Okay. So we are all of you are still in school. So there are a lot of things that you have to take care of. And you have to ensure that there is proper awareness about the same. So the first step is to know what is happening around you. That is, you must know if somebody is trying to breach into your privacy. Have you heard of good touch and bad touch? I'm sure your parents and teachers would have told you about that, right? Okay, so the first step is to be aware when
you are being violated in some way, when someone touches you inappropriately, or when someone does it without the permission or presence of your own parents. So we should be aware of that. Second one is to know that it is not your fault, that no matter what happens, if somebody is trying to hurt you, it is not because of you or because of your fact or because of what you wore that such and such thing happened. Nobody can ever put the blame on the victim. So make sure that you speak out to your parents, to your teachers, or somebody in your family whom you really trust a lot. So if you think such an incident would have happened to you, you should speak to them openly and tell them about that. Apart from all of these, for actual change to take place with regards to violence against women, it should come up from a societal point of view and how boys and girls are, being taught from schools. So from the school level itself and from the family, everybody should be taught to respect each other, to respect each other's bodily integrity, so that such incidents do not happen. Okay? Thank you. The next question is from Eben of 8th B. Okay. Ma'am, did you feel depressed at any point of your life? Hello, Eben. Thank you for that question. So, that is actually a very personal question, but I'll say it to you because it is not something to be afraid of or to be hidden. And we should no longer have any kind of stigma associated with issues such as depression or mental illness. Thankfully and very gratefully, with the help of my parents, my brother, sister, and my support system, I never had to fall into such an abyss of depression, thankfully, because of that. However, the circumstances which I had to face during my life so far, during the civil service preparation itself, there will be several places where you feel very low. You feel like, nothing is going right. I am not getting the marks that I want. Somebody said this about you. Somebody said, you won't be able to get this. Somebody will do all kinds of things to you. So I have been able to overcome all that thanks to the help and support of my parents and because of the self-confidence that I had with me. So what you as children have to realize is that, especially now that we are living in a very tough time with a global pandemic going on, you don't have regular schools, you don't have your loved ones with you all the time. It is very common and very normal to feel depressed at times. So in these points of, at this time, you should always ask for help. You should seek the help of your parents or your elder brother, sister, or even your teachers. And make sure that nobody is victimizing you for the same. So I have a message for the parents who are listening this as well. Mental health is very important. And depression and anxiety and things like that may not always be visible to us. So we must take extra care to understand why your child or your ward is feeling that way. And we should never blame them for anything that happens to them. So that way we can ensure that all of us are healthy and mentally and physically happy. Thank you, ma'am. Now, next question. Nehla of 8th B. Nehla? Now you have achieved the unachievable. So, how do you feel now? I feel very, very happy. It has been a few days, almost 10 days since the result came in. So initially, when the moment the result came, I was very shocked and my hands were shaking when I was opening through the result document. It was such a scary moment. But once I saw my name on the list along with my rank at 185, I was feeling so relieved. Like relief was my first feeling, because after all these years of toil and hard work, after 1.5 years of doing
going across, doing one thing in life, basically, there is some kind of result to it, and it is a very positive result. So I'm very happy. So apart from that, it feels very good, and it's a completely different kind of feeling to see your parents, to the people in your place, all your relatives feeling very happy and proud of something that you have achieved. So it is unparalleled and nothing I have felt so far. And to say one more thing, to be invited to my own school and being appreciated by them is an entirely different feeling altogether, and it made me very emotional. Thank you, ma'am. The next question is from Nahan of 8th B. Nahan? If you get posted as Thrissur district collector, what would you do for Thrissur? Thank you for the question, Nahan. So if I get posted as the district collector of Thrissur, I will have a few areas of priority that I want to work with. So we know that Thrissur district is one of the most populated and densely populated cities, and it's also known as the cultural capital of Kerala, right? So I would try to implement policies which are future oriented and sustainable in nature. For example, if we are making any developmental project, like bringing a new building or infrastructure or building something, I would make sure that it does not sacrifice or compromise on the environmental aspect. Did you know that Thrissur district has one of the biggest wetlands in the world itself? Do you know that? It's called the Coal wetland, which is connected to the Vembanad canal, etc. So any decision I make would be to ensure that the environmental sanctity is not sacrificed, because we are going through a global pandemic. So many instances of climate change and disaster is happening because we are encroaching on encroaching on nature. So I would like to ensure that any decision I make would be without harming them, and I would try and reverse decisions that had influenced these places of nature. The second thing I would like to focus on would be to ensure women empowerment, ensure that more women gets the best education that they can get. There is more grassroots level cooperation and more employment opportunities, and giving women opportunities for being self-sufficient, such as giving them loans for making new business, etc. Thank you, ma'am. Next question is from Nihal Rafi of 9th. Nihal? Nihal Rafi of 9th? So the question is, what are some of the best responses to why IAS? Can you repeat the question? Can you repeat the question, please? Nihal? What are some of the best responses to why IAS? Okay. So this is a question which anybody who goes into this field have to face a lot. So why IAS or why IFS or why the civil services is a very important question. It is something that we ourselves have to ask ourselves. So I was offered a job at a multinational bank, which is an American-based company, and they used to offer a lot of salary and perks and everything. But while I was working there as an intern, I realized that this is not truly what I wanted to be. I wanted to be associated with an organization whose primary goal is to do good for the society or to help the general public. That should be the primary goal. And whatever action I do should be contributing to the general public in some way or the other. It can be using any of the civil service that we have. And IAS, or the Indian Administrative Service, is one of the most
powerful and the most significant post that can make a really good changes to society. I, however, wanted to opt for IFS or the Indian Foreign Service, whereby also you can make a lot of contribution to the general public. For example, now we are living through COVID-19. So people posted in different countries of the world were able to help Indians who were stuck there. So they are the people who are facilitating the coming back and going of these people, their evacuation, etc. So all these are things that you can do. Thank you. The next question is from Aisha Husna of 9th. Aisha Husna. The question is, who all inspired you to take this way of civil service? Okay, that's a very lovely question. So there are a lot of people who inspired me to take the civil service. So when I was in school, I initially knew only about IAS, okay, because everybody is hearing about what IAS people do in the newspaper, in TV, etc. So at that time, people like TV Anupama ma'am IAS, she was Thrissur collector once, and then Adila Abdullah ma'am IAS, currently she is Wayanad collector, and then Vasugi ma'am, who did a lot of work during the floods, when floods hit Kerala. So all these three people inspired me. Apart from them, there were a lot of people from the policy making or foreign service, such as Nirupama Rao, Syed Akbaruddin. These people also really helped me to divert my attention towards the civil service. Thank you, ma'am. Next question of 8th of 9th. Angelina. Hello, ma'am. Hello. I've heard that we need a lot of preparations for the exams. So, what is the easiest way that you chose while you prepare for the exams? Okay, thank you for that question, Angela. So it definitely requires a lot of preparation and planning for somebody to be able to clear this exam. Nobody has, woken up one day and thought, okay, today I will write civil service and cleared it like that. So how I followed my strategy was that before beginning my preparation or before starting to study, I did a lot of research. That is, I spoke to previous year's toppers, people who are currently in the service, people who have, other people who have passed the exam, about how to crack this exam or how can we approach each and every stage of this exam. So this exam has 3 different stages and you have to follow different strategy for each stage. So I used the initial time I got to do that. The second thing I did was to understand what is the best method to study. That is, when you're in school, not so much in school, when you reach college, you will understand. That is, we will study only on the eve of the exam. Okay, and after we write the exam, we will mostly forget what we studied. So I understood that we cannot follow the same pattern I followed when I was in college when you're studying for this exam. Because this exam, you need to remember things for a long period of time. That is up to like one year, you have to remember all of these things. So I researched a lot of good study techniques as to how to score good marks and how to remember things more effectively. And using these methods and proper planning about the exam and knowledge about the exam, I was able to clear it in the first attempt itself. Thank you. Next question is from Fadil of 10th standard. Hello. Hello, Fadil. What was the role of Sir Syed family in your successful journey? Okay, so that is a very relevant question considering right now I'm sitting in Sir Syed and we just had a function. So Sir Syed definitely has played a huge role in developing myself and my character and making me what I am today.
I spent my most foundational and formative years at Sir Said. I came here when I was 3 or 4 years old and spent the next 12 years at Sir Said. So, like I had mentioned earlier, one of the biggest things that Sir Said has given me is a value-based education. That is, even it was not just learning from textbooks. It gave me a whole new world to explore and understand and imbibe all these good values from. Sir Said gave me a lot of opportunities to develop and improve my skills and even identify them. So many teachers would go out of the way, like they won't just teach you, from the textbook and notebook. They will go out of the way to understand if you have any good quality or skill, and they would help me develop that. For example, let's say they would make me do speeches and go for competitions. That way, I lost my stage fright. I was able to speak confidently in public, and I was able to go for many competitions, both district and state level, and was able to win prizes. They also helped me to go for quiz competitions and all of that. So all these things made me who I am today and even helped me crack the exam. So I'm very, very deeply and fully indebted to our school for having given me everything and for making me who I am today. Thank you, ma'am. The next question is from Shahid of 10th standard. Ma'am, how does it feel to achieve your dreams, and what all changes have occurred in your life after achieving IAS? It feels very good. Like I mentioned earlier, I was feeling very happy. It's very happy to see how proud and elated your parents are, your relatives, and even your neighbors. So after having gotten the rank, life has changed quite a lot. First of all, I am feeling more relieved. It was like a huge burden was dropped from my shoulders. I've been waiting for this whole process to end for almost 1.5 years. So finally, there is some positive end to that. So that is very relieving, and I feel more free and happy as I talk to you. Second thing is how people perceive you. That is, you are no longer the normal girl who was there, who they have seen before. Now I am something to be, in their eyes more respected, and my opinions value more than it used to be. But I like to think that it used to value even more. At least with outsiders or people who I am not that close with, I am suddenly a person who is way more valuable than I was before. The third thing how it has changed is I am completely surprised and overwhelmed with the love and support so many people has shown me. The people of my hometown, which is Guruvayur, my school, my college, all my friends that I have known, they are all showing me a lot of love. They're giving me so many gifts and presents. There are so many gifts. I wish I could show it all to you so that you be inspired to do the same. So it's a very happy place to be in. And thank you for all the love that everyone is showing. Thank you, ma'am. Question is Aisha Sana of 10th. Hello, ma'am. Hello. The future of India seems uncertain and flawed. So how do you think that you can bring a change to our country, and how would you like to change our country? Okay. So as a civil servant who is newly joined in service, or when you're someone who is going to do something different, you are so full of ideas, and you are very idealistic. What many people tell me is that you cannot be this idealistic when you're doing. There are a lot of practical things and realities that will come to you when you join the service. But I, as a person, would not like to shed that positivity and idealism wherever I am going. So that will give me a yardstick to move towards to. That is, if at all something is happening, I would keep my ideal goals in my mind and try to move towards that. It is always difficult to make change, at one person at a time.
However, what with my capacity, with the skills that I have, I will try and persuade more and more people to follow this ideal path towards betterment of our country. But whichever service that I'm joining to, be it the Indian Foreign Service or the Indian Revenue Service, I would try and put in my best to ensure that that field has a lot of positive changes made. So if it is the IRS, a lot of change can be made so that the economic situation of our country can be better. So with my background, I will try and give very good positive ideas that can bring a lot of good changes and help the society in general. Thank you, ma'am. Shamsi, you're muted. Next question is of Safwana Sijit of +1 Science. Hello ma'am, what advice can you give for those who like to choose civil service? Okay, thank you for that question, Shafna. So I have only a very few things to tell you, whoever are future aspirants or want to be civil servants in the future, especially if you are a school kid right now. So what I would like to think, or my philosophy, is that small steps lead to big change. And there were a lot of small steps or small things that I did when I was in school that helped me achieve my dream today. So when you're in school, there are only few things that you have to focus on. First one is that get exposed to a lot of new things. Use the opportunity that your school gives to participate in competitions, go outside, to take part in many events, organize events as much as possible, because these things help you in way no textbook or no notebook can teach you. Yeah, I'm sure all of you have taken part in school assembly, right? Yeah. So school assembly is a simple way to start. When you go and talk in front of a large people or a large crowd confidently, it helps improve, or it helps remove your stage fright. You can be more confident in general, and you will become more bold and will be able to talk to anybody. This is something that helped me in my final exam interview also. So take a small step like taking part actively in your assembly activities. I'm sure you would have attended essay writing competition or story writing competitions and like that, right? So whenever school has such competition, make sure you're the first one to go and give your name. It doesn't matter whether you get prizes or not. The idea is to take part. So when I used to start participating, I never won prizes on the first competition I did or the second. It takes time to develop that skill. So even if you don't win, you are gaining a lot of new knowledge and a lot of new skills that will help you throughout your life. So these skills will help you in your exam also. The third thing is to read more. Read, read, read. A reader today is a leader tomorrow, right? So if you read today, both from your library, go to your library, pick out any books. It can be Malayalam, English, it can be stories, poetry, or books on essays, or anything like that, or a history book. Read it. Along with that, try and read the newspaper every day. Make sure you tell your parents that I want an English newspaper in my house. So when you read that English newspaper every day, you will gradually develop that skills you need to clear this exam. You will have your language skills. You are getting more and more knowledge. So do that. And also take part in many competitions such as quizzes. These help improve your social awareness and general knowledge. And general knowledge is something which is very, very important to clear this exam. Okay, thank you, ma'am. Next question is from Hida Kapoor of +1 Science.
Fida Ghafoor. Hi, ma'am. Hi. My question to you is financial stability important to attend all coachings and exams related to civil service, or it requires only less amount comparing to other competitive exams? Thank you for that question. So what I have to say is that financial stability, if you can get, and if you are able to get to a coaching institute, it will definitely help you clear the exam. But the story does not end there. There are so many people who take coaching or who does not take any coaching and do self-study entirely and still clear it. Now we all know that all of us have the internet at home. So using the internet alone, you can still pass the exam, provided that you get the right guidance and you have at least one mentor to guide you through the process. You know, this time All India rank 28 was won by a person who was the son of a petrol pump, worker. Similarly, last year, a girl belonging to a tribal community was able to clear this exam. So this exam is very democratic in that sense. Anybody from any background, whether rich or poor, whether they are from North India or South India, or whether they are from a very socially backward community, they can still clear it if they have the right motivation and the right guidance. Thank you, ma'am. Next question from Haira Naushad of +1 Commerce. Haira Naushad. Haira? The question is, have you ever thought of giving up before trying? That's a very relevant question considering the civil service exam. Because the civil service exam is a very long journey for a lot of people. Because very few people crack it in the first attempt. So if you ask me whether I felt like giving up, I would say no, because I didn't entirely feel like, you know, I can't do this, I'm giving up. Because I always had that willingness and motivation and some level of confidence to do that. But like I mentioned before, there were so many times during these past 2 years where I doubted myself a lot, where I thought, will I be able to do it? Do I have the capacity to do it? Will I ever clear this even in, you know, first or second or third attempt? Will I ever be able to do that? So there were several self-doubts and second-guessing that came in the way. But the idea is, whenever you feel like that, you should think of why you started doing this in the first place. Why did you decide that you want to join the civil service? So when you think of all the positive things that you can do once you are in service, these will automatically motivate you to keep working. So even if the tough gets going, or when the going gets tough, the tough gets going, right? So we have to be tough, and we should have a lot of willpower and mental capacity to go through this process. Next question is of Hannah Najib of +1 Commerce. Good afternoon. This is my question. How challenging it was for you to avoid all social media and fully concentrate on it? Okay, so I just heard bits about social media. So I'll tell you what I did. Okay, so long story short, I did cut down on social media. I did not have an Instagram account until last week. Would you believe if I said that? I did not have an Instagram account, never. But I was active on Facebook and Twitter. But it was deactivated most of the time while I was preparing. But there are, most of the aspirants I know also follow this, because social media can be a huge distraction when we want to have full concentration while we are studying. We will have constant notification and updates. We would also have that inferior feeling when you see so many other people having a lot of fun on social media. They're posting pictures, they're doing all these nice things.
So you might get that inferior feeling and you might feel depressed. So it's best to avoid social media while you're preparing. But there are a lot of good things that you can use social media from. For example, Twitter is a very good platform to learn the news. If you follow the right pages, such as if you follow pages of NASA, you've heard of NASA, right? NASA, ISRO, all of you know that, right? So if you follow these good pages or WWF, World Health Organization, all these organizations put their updates on Twitter. So if you follow it for all these good organizations in India and around the world, you can get a very curated, very good knowledge of new things and news that is happening around you. And that will also help in your exams. So make sure you use social media. Even now, even as school kids, you should highly limit your social media usage and instead use that time productively to improve yourself. You can use it to, you need to find other ways of leisure. It need not always be to improve yourself. You have to find other hobbies and other leisures that give you true happiness and satisfaction. Thank you, ma'am. Thank you. Next is the last question of Nida Azhar from +2 Commerce. Hello, ma'am. Hello. What is your first priority if you appointed as a Can you please repeat the question? What would be your first priority if you are appointed as a civil servant? Okay, what will be my priority if I'm posted as a civil servant, right? So my first priority, like I mentioned when you asked me about Thrissur district or if I'm Thrissur district collector, like I mentioned before, my main priority would be to be sustainable in my activities. Like whatever action I do today should help the future and the future generations to come. So for that, I would prioritize on environment protection and any development that should focus on sustainability. Second one would be to uplift the backward classes and especially to focus on women empowerment. Third thing would be to improve overall health and education system and bring positive changes in the same. Thank you. Thank you, ma'am. Okay. So thank you so much for all the questions. All of them were very challenging and it was a pleasure to have this interactive webinar with the students of Sir Syed English School. Thank you so much for having me again. Thank you is the best prayer that anyone could say. I say that one a lot. Thank you expresses extreme gratitude, humility and understanding. I invite Fida of +2 Commerce for vote of thanks. Peace be upon you and a graceful evening to one and all. It's my privilege to have been asked to propose a vote of thanks on this occasion. I, on behalf of Sir Syed and the entire fraternity of this school, I extend my most valuable thanks to Almighty Allah. On my behalf, I extend my very special thanks to our chief guests, Ms. Rumeza Fatima and T.N. Pradaban, who spared their time for being with us. Next, I would like to thank our beloved principal, Mr. Niyaz Cherikara, and all other management committee for providing us an opportunity like this. Further, I thank all my teachers for their cooperation and support. I also extend my hearty thanks for all my dear friends here. Thank you so much. Fulfilling these dreams is essential. Any reading of the mandate of people would make their aspirants clear. And we assure you that anything is possible when you got a will in the mind and fire of determination in your heart. Thank you.